Dear students, second semester statistics paper ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളാണ് നമുക്കിനി നോക്കാനുള്ളത്. നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി. ഏകദേശം 15 മാർക്സോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂള്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. ടേംസ് ഇൻ പ്രോബിലിറ്റി, മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ or empirical probability, addition theorem for two events, conditional probability, independence of events. ഇങ്ങനെ ഒരു 6ഓളം ടോപ്പിക്സ് അടങ്ങുന്നതാണ് ഈ മൊഡ്യൂള്. ഇതിൽ ടേംസ് ഇൻ പ്രോബിലിറ്റി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബിലിറ്റി എന്ന ടേമിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് കുറേ ഭാഗങ്ങൾ, കുറേ ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡീഷൻ, കണ്ടീഷൻ പ്രോബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഓരോരോ ടൈപ്പ് ഓഫ് പ്രോബിലിറ്റിക്കൽ ആപ്ലിക്കേഷനാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി. ഈ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന് പറയുന്ന ഭാഗം ആ പ്രോബിലിറ്റി എന്ന ടേമിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഓൾറെഡി നിങ്ങൾ സ്കൂൾ ലെവലിലൊക്കെ അത്യാവശ്യം കേട്ട് പരിചയമുള്ളൊരു ടേമാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ചാൻസ് ഓഫ് ഒക്കറിങ് ആൻ ഇവൻറ്റ്. പ്രോബിലിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ചാൻസ് ഓഫ് ഒക്കറിങ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് സംഭവിക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ പ്രോബിലിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. ഇതിൽ കീ കോൺസെപ്റ്റ്സ് ആയിട്ട് പറയുന്നത് എക്സ്പെരിമെൻറ്റ്സും സാമ്പിൾ സ്പേസുമാണ്. ഇപ്പോൾ നോർമലി ഒരു പ്രോബിലിറ്റി എന്ന ടേം നമുക്കൊരു 3 മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട ഭാഗമാണ് 2 സ്ലൈഡുകളായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് അതിൻ്റെ ഒരു മീനിങ്, എക്സ്ട്രാക്ട് മീനിങ് ആണ്. ഇറ്റ് ഈസ് എ ചാൻസ് ഓഫ് ഒക്കറിങ് ആൻ ഇവൻറ്റ്. ദെൻ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. പിന്നെ 2 കീ കോൺസെപ്റ്റ്സ് പറയുക. അതായത് ഒരു പ്രോബിലിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരിക്കും. എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷൻ ഓർ പ്രോസസ്സാണ്. അതായത് എന്താണ് അവിടെ നടക്കുന്ന ആ ഒരു ആക്ടിവിറ്റി, ഒരു ആക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുക, ഇതൊക്കെ ഒരു എക്സ്പെരിമെൻറ്റാണ്. അല്ലെങ്കിൽ ഒരു കാർഡ് പിക്ക് ചെയ്യുക, ഇതെല്ലാം എക്സ്പെരിമെൻ്റാണ്. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമ്പിൾ സ്പേസും നമുക്കുണ്ടായിരിക്കും. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓൾ പോസിബിൾ ഔട്ട്കംസിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ ടോസിങ് 2 കോയിൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്താവാം? 2 കോയിൻ ടോസ് ചെയ്യുന്നതാണ് എക്സാമ്പിളായിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. ആ അറ്റ് എ ടൈം 2 കോയിനാണ് എങ്കിൽ നമുക്ക് മേ ബി അത് ഹെഡും ഹെഡും ആവാം, ടെയിലും ആവാം, ഹെഡും ടെയിലും ആവാം, ടെയിലും ഹെഡും ആവാം, ഏതും ആവാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട് എന്നതാണ് ഈ പറയുന്ന എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഔട്ട്കം അല്ലെങ്കിൽ ഓൾ പോസിബിൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ റിസൾട്ടിനെയും നമ്മൾ എന്ത് പറയും? സാമ്പിൾ സ്പേസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിലെ നോർമലി വരുന്ന കീ കോൺസെപ്റ്റ്സ് ആണ് എക്സ്പെരിമെൻറ്റും സാമ്പിൾ സ്പേസും. ഇനി നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ചാൻസ് ഓഫ് ഒക്കറിങ് ആൻ ഇവൻ്റ് ആണ്. അതുപോലെ ഇറ്റ് മെഷേഴ്സ് അൺസർട്ടനിറ്റി. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ പ്രോബിലിറ്റിയിലെ പ്രോബിലിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മെഷേഴ്സ് അൺസർട്ടനിറ്റി. നമുക്ക് അൺസർട്ടനിറ്റിയാണ് മെഷർ ചെയ്യുക. ഏതാണ് വരിക എന്ന് പറയാനൊന്നും കഴിയില്ല. സെർട്ടൈൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. മേ ഓർ മേ നോട്ട് ഒക്കർ എന്ന രൂപത്തിലാണ് പറയുന്നത്. യൂസ്ഡ് വൈഡ്ലി ഇൻ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ് ആൻഡ് സയൻസ്. ഈ പറയുന്ന ഫീൽഡുകളിലെല്ലാം ഈ പറയുന്ന പ്രോബിലിറ്റി എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്നതുമായി ബന്ധപ്പെട്ട പ്രോബിലിറ്റി എന്ന ടേം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു 3 മാർക്ക് മീനിങ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ചേർത്ത് നമ്മൾ എഴുതി കൊടുക്കാൻ മാക്സിമം നോക്കാം. ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് കൊടുക്കാം, ഒരു ഒക്കറിങ് ആൻ ഇവൻറ്റിന് ചാൻസ് എന്ന് പറയാം. അതേപോലെ അതിൽ കീ കോൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാം. അൺസർട്ടനിറ്റി ആണെന്ന് യൂസ് ചെയ്യുന്ന ഏരിയാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കീ കോൺസെപ്റ്റ്സ്, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ വരുന്നത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കീസ് യൂസ്ഡ് ഇൻ പ്രോബിലിറ്റി? മേ ബി 3 മാർക്കിനും വരാം. അപ്പോൾ നിങ്ങൾ ആ ടേംസും പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോ ടേമിൻ്റെയും എക്സ്പ്ലനേഷനും കൂടി ചേർത്ത് എഴുതി കൊടുക്കണം. സോ ഇത് കീ ടേംസിലേക്ക് പോവാം. ഫസ്റ്റ് ടേമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് അൺസർട്ടൈൻ ഔട്ട്കം. അതായത് എത്രയാണ് ഔട്ട്കം എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു
എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് എ കോയിന്, ഒരു കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് തന്നെ കിട്ടുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഹെഡോ ടെയിലോ ഏതെങ്കിലും ഒരു ആൻസറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അൺസർട്ടൈൻ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ റിസൾട്ട് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പാസ്സായ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാസ്സായ കുട്ടികളാണ് വരിക എന്നുള്ളത് അവിടെ സെർട്ടനിറ്റി ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ആ ടോട്ടൽ കുട്ടികളിൽ നിന്നും ഒരു റാൻഡമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ലോട്ടറി മെത്തേഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നതാണ് കിട്ടുക എന്നൊരു ഷോർട്ടി അവിടെ ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത് വരുന്നത് ഔട്ട്കം. ഏതൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും, ഔട്ട്കം ഉണ്ടായിരിക്കും. ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ടാണ്, ഔട്ട്പുട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അഗെയിൻ സാമ്പിൾ സ്പേസ് എന്നാണ് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ടോട്ടൽ ഔട്ട്കംസ് ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്, റിസൾട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ള മുഴുവനെയും വിളിക്കുന്ന പേരാണ് എന്ത്, സാമ്പിൾ സ്പേസ്. അതിലെ മെയിൻ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ പോസിബിൾ ഔട്ട്കംസിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുക. പിന്നെ വരുന്നൊരു ടേമാണ് ഇവൻറ്റ്. ഇവൻറ്റിനെ നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെരിമെൻ്റ് നമുക്ക് പറയാം. എക്സ്പെരിമെൻ്റാണ് നമ്മൾ നടത്തുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് ഇവൻ്റ് എന്ന് പറയുക. അതായത് ഓവറോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എന്നൊക്കെ പറയാം. സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആണെന്നൊക്കെ പറയാം. നമുക്ക് അതിൻ്റെ ഫെർദർ വെർഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നോർമലി ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രോബ്ലംസിലൊക്കെ കടന്നു വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടേംസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. റാൻഡം എക്സ്പെരിമെൻറ്റ്, ഔട്ട്കം, സാമ്പിൾ സ്പേസ്, ഇവൻറ്റ്. നമുക്കൊന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പോവാം. അടുത്തത് ഇവൻ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എലമെൻ്ററി ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ ഇവൻ്റ് എന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സബ്സെറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻറ്റിനെ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അതിലൊന്നാണ് എലമെൻ്ററി ഇവൻറ്റ്. എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് വിത്ത് ഓൺലി വൺ ഔട്ട്കം, ഒരൊറ്റ റിസൾട്ട് മാത്രം വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന ഇവൻറ്റ്, അങ്ങനെയുള്ള ഇവൻറ്റിനെ എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എലമെൻ്ററി ഇവൻറ്റ്. നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് ഒരേ ഒരു ഔട്ട്കം മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ വൺ ഓർ മോർ ഔട്ട്കംസ് ഒക്കെ നമുക്ക് വരാം. അപ്പോൾ ആ ഒറ്റ ഔട്ട്കം മാത്രമേ ഉള്ളൂ നമ്മുടെ റിസൾട്ടായിട്ട് വരുന്നത് എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എലമെൻ്ററി ഇവൻറ്റ്. രണ്ടാമത്തെ ടൈപ്പാണ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയും. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഔട്ട്കം സപ്പോർട്ടിങ് ആൻ ഇവൻറ്റ്, നമുക്ക് ആവശ്യമുള്ള ടേമാണിത് കേട്ടോ. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിലൊക്കെ വരുന്ന ഒരു ലെറ്ററാണ് എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം. നമ്മൾ ഏതാണ് ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര, അങ്ങനെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമല്ലോ, എന്താണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ഫേവറായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്കം സപ്പോർട്ടിങ് ആൻ ഇവൻറ്റ്, ആ ഇവൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫേവറബിൾ ഔട്ട്കം എന്ന് പറയും. ഓക്കെ, അടുത്തത് ഈക്വലി ലൈക്കലി ഇവൻറ്റ്. ഈക്വലി ലൈക്കലി ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് തന്നെയാണ്. ആ ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻറ്റ് വിത്ത് ഈക്വൽ ചാൻസ് ഓഫ് ഒക്കുറൻസ്. എല്ലാ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ എലമെൻസിനും ഈക്വൽ ചാൻസ് ആയിട്ടുള്ള ഇവൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഈക്വലി ലൈക്കലി ഇവൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നിന്നും പാസ്സായ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും അവിടെ ചാൻസ് ഇല്ല. ഓക്കെ, എന്നാൽ ക്ലാസ്സിലെ കുട്ടികളെ റോൾ നമ്പർ ബേസിൽ അങ്ങനെ മീൻസ് മൊത്തം കുട്ടികളിൽ നിന്നും സെലക്ട് ചെയ്യാന്നുള്ള രൂപത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവിടെ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് അവിടെ ഹൈറ്റിനനുസരിച്ച്, വെയ്റ്റിനനുസരിച്ച്, കാസ്റ്റിനനുസരിച്ച് എന്തെങ്കിലും കാറ്റഗറൈസേഷൻ അനുസരിച്ചാണെങ്കിൽ അവിടെ ഈക്വലിലേക്ക് ഇവൻ്റാന്ന് പറയാൻ പറ്റില്ല സെലക്ഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ പറയുന്നു, ഇവൻറ്റ്സ് വിത്ത് ഈക്വൽ ചാൻസ് ഓഫ് ഒക്യുറൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വലിലേക്ക് ഇവൻറ്റ്. ഇപ്പോൾ ഒരു കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കോയിൻ്റെ അകത്ത് വരുന്ന ആ ഹെഡിനും ടെയിലിനും ചാൻസ് ഉണ്ട്. ഡൈ ത്രോ ചെയ്യുന്ന സമയത്താണെങ്കിലും ഡൈ റോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അതേപോലെ തന്നെ കാർഡ് പിക്ക് ചെയ്യുന്ന സമയത്തിൽ എപ്പോഴായാലും അവിടെ ഈക്വൽ ചാൻസാണ് എല്ലാത്തിനും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്കലി ഇവൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഇവൻറ്റിലേക്ക് ഒന്നുകൂടി കടന്നു പോവാം. എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഔട്ട്കം ഉള്ളത്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട്, നമ്മുടെ ക്വസ്റ്റിന് സപ്പോർട്ടീവായിട്ടുള്ള റിസൾട്ട് വരുന്ന ഔട്ട്കമാണ്. പിന്നെ ഈക്വലി ലൈക്കലി എന്ന് പറയുമ്പോൾ എല്ലാ വേരിയബിൾസിനും ചാൻസ് ഔട്ട്കം വരുന്ന ഇവൻ്റാണ്. ഓക്കെ, അടുത്തതാണ് ഷുവർ ഇവൻറ്റ്. ഷുവർ എന്നുള്ള പേരിൽ തന്നെ ആ ഇവൻ്റ് ഉണ്ട്. ഷുവർ എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ ഇവൻ്റ് എന്നാണ് പറയാം.
ശ്രദ്ധിക്കണേ. നിങ്ങൾ ആദ്യം എക്സാമ്പിളിലേക്ക് പോവുക. സെർട്ടൻ ഇവൻറ്റ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ ആദ്യം നോക്കിയേ. ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് പറയണേ. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഓൺലി വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ മാത്രമുള്ള, അതായത് വൈറ്റ് ബോൾസ് മാത്രമുള്ള ഒരു ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇനി ഒരു പ്രോബ്ലം ഉണ്ടോ? ഇല്ല, അത് സെർട്ടൈൻ അല്ലേ, ഉറപ്പല്ലേ. ഒന്നാമത് ആ ബോക്സിൻ്റെ അകത്ത് ഫുൾ എന്താണ്, വൈറ്റ് ബോളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൈയിട്ടെടുക്കുമ്പോൾ എന്തായാലും വൈറ്റ് ബോളല്ലേ വരുള്ളൂ, അത് ഷുവറാണ്. അങ്ങനെയുള്ള ഇവൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഷുവർ ഇവൻറ്റ്. അതായത് ആ ഔട്ട്കം സംഭവിക്കാൻ അവിടെ എന്താണ്, ഷുവർട്ടി ഉണ്ട്, അതായത് സെർട്ടൈൻ ആണ് ആ ഇവൻറ്റ് എന്ന് നമുക്ക് പറയാം. അടുത്തത് ഇംപോസിബിൾ ഇവൻറ്റ്. ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമ്പിളിലേക്ക് തന്നെ ആദ്യം പോവാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഷുവർ ഇവൻറ്റ് പറഞ്ഞാൽ ഷുവറാണ്, സെർട്ടൈൻ ആണ്, പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ നോക്കി എന്താ പറയുന്നത്, എക്സാമ്പിളിലേക്ക് ആദ്യം പോവുക. ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് പറയുന്നത് കേട്ടോ. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഓൺലി റെഡ് ബോൾ, റെഡ് ബോൾ മാത്രമുള്ള ഒരു ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. റെഡ് ബോൾ മാത്രമുള്ള ഒരു ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ്. എങ്ങനെയാണ് അത് ചാൻസ് ഉണ്ടോ? ഓൺലി റെഡ് ബോൾസ് മാത്രമേ ഉള്ള ബോക്സിൻ്റെ അകത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എങ്ങനെ വൈറ്റ് ബോൾ എടുക്കാൻ പറ്റും? അപ്പോൾ അതെന്താ, പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കുക. ആൻ ഇവൻറ്റ് whose occurrence is impossible is called an impossible event. നോക്കിയേ, ഷുവർ ഇവൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ആൻ ഇവൻറ്റ് whose occurrence is sure or possible or certain, that is called a sure event. അപ്പോൾ രണ്ടിൻ്റെ എക്സാമ്പിൾ നോക്കി മാക്സിമം എക്സ്പ്ലനേഷൻ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇവൻറ്റിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടേംസ് പറഞ്ഞു. ഇതിലേതെങ്കിലും ടേംസ് നമുക്ക് 3 മാർക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, 2 എണ്ണം ചേർത്തിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഒരു ടേമാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നൊരു 3 മാർക്കിലേക്കൊക്കെ വരാൻ ചേർത്ത് ഈക്വലി ലൈക്ക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അങ്ങനെയൊക്കെ പറയുന്ന ഇവൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അത് നോക്കി പഠിക്കുക കേട്ടോ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവൻറ്റിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ പറഞ്ഞു, ഏകദേശം 4-5 കാറ്റഗറി പറഞ്ഞു. ഇത് അടുത്തതാണ് അൺസെർട്ടൈൻ ഇവൻറ്റ്. നോക്കിയേ, സെർട്ടൈൻ ഇവൻറ്റ് നമ്മളവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ, അൺസെർട്ടൈൻ ഇവൻറ്റാണ്. സെർട്ടൈൻ ആണോ വെച്ചാൽ തീർച്ചയായും എന്ന് പറഞ്ഞത് നമുക്ക് ഒന്നുമില്ല, അതായത് അത്ര ഷുവർട്ടി ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? സെർട്ടൈൻ ഇവൻറ്റിൻ്റെ അർത്ഥം എന്തായിരുന്നു, ഷുവറായിരുന്നു. പക്ഷേ അൺസെർട്ടൈൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഷുവറൊന്നും പറയാൻ കഴിയില്ല. നോക്കിയേ, എക്സാമ്പിൾ നോക്കുക കേട്ടോ. എക്സാമ്പിളിലേക്ക് ആദ്യം നോക്കുക. ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾ, വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ഒക്കെ കൂടിയിട്ടിട്ടുള്ള ഒരു ബോക്സിൻ്റെ അകത്ത് നിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ അത് വൈറ്റ് ആവാനുള്ള ചാൻസ്, ആവാതിരിക്കാം. കാരണം ബോക്സിൻ്റെ അകത്ത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. കൈയിട്ടെടുക്കുന്ന സമയത്ത് അത് വൈറ്റ് തന്നെ വരണമെന്നില്ലല്ലോ, സംഭവിക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത്, അൺസെർട്ടൈൻ ഇവൻറ്റ് എന്നതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ബോക്സിൻ്റെ അകത്ത് വൈറ്റും ഉണ്ട് ബോളുണ്ട്, എടുക്കുമ്പോൾ വൈറ്റ് തന്നെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ബ്ലാക്ക് ആവാം, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ആൻ ഇവൻറ്റ് ഹൂസ് occurrence ഈസ് നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ, നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ ഈസ് കോൾഡ് ആൻ അൺസെർട്ടൈൻ ഇവൻറ്റ്. ഇവിടെ പ്രോബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1, സംഭവിക്കാതിരിക്കാം. 0ക്കും 1നും ഇടയിലാണ് ഇവിടുത്തെ പ്രോബിലിറ്റി കിടക്കുന്നത്. ആ വൈറ്റ് ബോൾ കിട്ടാതിരിക്കാം. കാരണം കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം അതിൻ്റെ അകത്ത് വൈറ്റ് ഉണ്ട്. അവിടെ ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എന്താണ്, ചിലപ്പോൾ അത് ബ്ലാക്ക് വരികയാണെങ്കിൽ ഈ വൈറ്റ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഇമ്പോസിബിളായി മാറും. സോ ഇറ്റ് ഈസ് എങ്ങനെ പറയാം, ആൻ ഇവൻറ്റ് ഹൂസ് occurrence ഈസ് നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ ഈസ് കോൾഡ് അൺസെർട്ടൈൻ ഇവൻറ്റ്. ഓക്കെ, ഞാൻ നേരെ അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പുറത്ത് വരുന്ന നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്നൊരു ടേം തീർച്ചയായിട്ടും 3 മാർക്കിലേക്ക് കണ്ടുവന്നിട്ടുള്ള ടേമാണ് കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് നോക്കാം. ആ പേരിൽ തന്നെ വ്യക്തത ഉണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, സെർട്ടൈൻ, അൺസെർട്ടൈൻ, പോസിബിൾ, ഇമ്പോസിബിൾ, ഷുവർ, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അതിനനുസരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുമ്പോൾ, ഒരു മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു 2 ടീമും ചേർന്നിട്ട് അങ്ങോട്ട് ഒരു ജോയിൻ്റ് ആയിട്ട് എന്ന രീതിയിലും ചിന്തിക്കുക കേട്ടോ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ എക്സാമ്പിളിലേക്ക് ആദ്യം പോവാം. വെൻ എ ഡൈ ഈസ് ത്രോൺ, ഒരു ഡൈ ത്രോൺ ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ഗെറ്റിംഗ് 1, അപ്പം നമുക്ക് 1 കിട്ടി. ഗെറ്റിംഗ് 6 ആർ മ്യൂച്വലി ഇവൻറ്റ്സ്. ഗെറ്റിംഗ് 1ഉം ഗെറ്റിംഗ് 6 ഒക്കെ മ്യൂച്വലി ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിയേ, ഇവൻറ്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇവൻറ്റിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ദി occurrence ഓഫ് 1 ഇവൻറ്റ്, ഒരു ഇവൻ്റ് അവിടെ സംഭവിക്കുമ്പോൾ, ഒരു ഇവൻ്റ് അവിടെ സംഭവിച്ചു, അതായത് ഞാനെടുത്തു, എനിക്ക് എന്ത് കിട്ടി, 1 എന്ന നമ്പർ കിട്ടി.
പ്രിവെൻറ്റ് ദി ഒക്കറൻസ് ഓഫ് അതർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളതിൻ്റെ ഒക്കറൻസിൻ്റെ എന്ത് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യാണ്. ഒന്നും കൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലോട്ടറി മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ ഒരു ലോട്ട് മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യാൻ, വിന്നറെ സെലക്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ട് ഒരു 50ഓളം ആളുകളുടെ പേര് എഴുതിയിട്ട ആ ഒരു ബോക്സിൻ്റെ അകത്ത് നിന്നും ഒരാളുടെ പേര് എടുക്കുന്നതോടുകൂടി ബാക്കി 49 ആളുകളുടെയും ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഇല്ലാണ്ടാവുമല്ലേ, അവരുടെ ചാൻസിനെ പ്രിവെൻറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ്, ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റുള്ളവരുടെ ഒക്കറൻസിന് എന്ത് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ആ ഒരു ഒക്കറൻസ് അവിടെ സംഭവിക്കുന്നതോടുകൂടി, വൺ ഇവൻറ്റിൻ്റെ ഒക്കറൻസ് അവിടെ സംഭവിക്കുന്നതോടുകൂടി ബാക്കിയുള്ളതിന് എന്ത് ചെയ്യാണ്, ഒരു എക്സ്ക്ലൂഡ് ചെയ്യാണ്. അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒന്നും നിങ്ങൾക്ക് ഇന്ന കാര്യമില്ല കേട്ടോ, ഓൾറെഡി എനിക്കിവിടെ കിട്ടിയെന്ന രൂപത്തിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂഡ് ചെയ്യുക, അങ്ങനെ ചിന്തിക്കുക കേട്ടോ, നമുക്ക് പഠിക്കാൻ വേണ്ടി പറയുകയാണേ. ഓക്കെ, അപ്പോൾ ഒരു ഇവൻ്റ് അവിടെ സംഭവിക്കുമ്പോൾ മറ്റുള്ള ഇവൻറ്റുകളുടെ സംഭവിക്കാനുള്ള ചാൻസ് അവിടെ എന്ത് ചെയ്യും, തടയപ്പെടും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുക. ദേ കനോട്ട് ഹാപ്പൺ അറ്റ് ദി സെയിം ടൈം, ഒരേ സമയത്ത് സംഭവിക്കുകയും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നോർമലി ഈക്വലി ലൈക്ക്ലിയും മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്ഹോസ്റ്റീവും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുവരാറുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, സെർട്ടൈനും അൺസെർട്ടൈനും അത് ഇമ്പോസിബിളൊക്കെ നമുക്ക് വേഗം പഠിയുന്നതാണ്. പക്ഷേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇങ്ങനെ പഠിക്കുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് അവരെന്ത് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യുക. അതായത് ഒരു ടീം വന്നപ്പോൾ മറ്റേ ടീം സ്വാഭാവികമായിട്ട് മാറിക്കൊടുത്തു, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം, സ്ലൈഡിലേക്ക് പോകാം. അടുത്തതാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്. എക്സ്ഹോസ്റ്റീവ് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ അത് ക്വസ്റ്റ്യന് വരലുണ്ട്. ഈക്വലി ലൈക്ക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സ്ഹോസ്റ്റീവ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ദ ടേംസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടേംസ് ആണ് ഇതെല്ലാം കേട്ടോ. എക്സ്ഹോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളിലേക്ക് നോക്കുക. വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്, ഹെഡ് ആൻഡ് ടെയിൽ ആർ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. നോക്കുക, ഒരു കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടെയിലും ഒക്കെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അർത്ഥം എന്താ മനസ്സിലായി നോക്കിയേ. എ സെറ്റ് ഓഫ് ഇവൻറ്റ് ഈസ് സെറ്റ് ടു ബി എക്സ്ഹോസ്റ്റീവ്. ഒരു സെറ്റ് ഓഫ് ഇവൻറ്റിനെ എക്സ്ഹോസ്റ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് വരാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസിനെയും വിളിക്കുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്. കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടെയിലാണ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരാൻ ചാൻസ് ഉള്ളത്. പോസിബിൾ ഔട്ട്കംസ്, ടോട്ടൽ ഔട്ട്കംസ് വരാൻ ചാൻസ് ഉള്ളത് ഹെഡും ടെയിലുമാണ്. അങ്ങനെ ടോട്ടൽ ഔട്ട്കംസിന് വിളിക്കുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്. നമ്മൾ സാമ്പിൾ സ്പേസ് എന്നൊക്കെ പേരിട്ട് വിളിച്ചുല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ രീതിയിലേക്ക് എഴുതി കൊടുക്കുക തിയറിറ്റിക്കലായിട്ട് കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇവൻറ്റിനെ എക്സ്ഹോസ്റ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസ് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഇവൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്. ഓൺലി തിയറിറ്റിക്കലായിട്ട് തന്നെ പഠിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം മസ്റ്റ് ഒക്കർ, അതിലൊരെണ്ണം എന്തായാലും സംഭവിക്കും, ഷുവർ അല്ലേ. കാരണം ഹെഡാണ്, അത് ഫേവറായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. എന്നാൽ ടോട്ടലായിട്ട് എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്. ഒരുപാട് ഇവൻറ്റിൻ്റെ പേര് പറഞ്ഞു പോയിട്ടോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സ്ഹോസ്റ്റീവ് അങ്ങനെയൊക്കെ പറഞ്ഞു. അടുത്തത് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് പറഞ്ഞാൽ നോക്കാം, ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവൻറ്റിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുക. അതായത് നമുക്ക് എക്സാമ്പിൾ, ഡ്രോയിങ് 2 cards വിത്തൗട്ട് റീപ്ലേസ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്സ്. അതായത് ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്നും 52 cards അടങ്ങുന്ന ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, 2 cardsന് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യണം, വലിച്ചെടുക്കുകയാണ്, മാറ്റുകയാണ്. ആ സമയത്ത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം ആ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് 52-ൽ 2 നമ്മളതിന് വിഡ്രോ ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന അടുത്ത ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 50-ൽ ആയി മാറൂലേ. ടോട്ടൽ കൗണ്ട് മാറിയില്ലേ, അവിടെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടില്ല, അതിലേക്ക് പകരം തിരിച്ച് വെച്ചിട്ടേ ഇല്ല കാർഡ്. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഒക്കെ കേൾക്കുമ്പോൾ ഓർത്തോളൂ, ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞാൽ ഒന്നൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അഫക്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുവരെ 52-ൽ എന്ന് പറഞ്ഞിരുന്നത് ഇനി എന്തായി 50-ൽ. കാരണം എന്താ, ആദ്യത്തെ ഇവൻ്റ് അവിടെ സംഭവിച്ചതോടുകൂടി. ഒരു ഇവൻ്റ് അവിടെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഇവൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ഇപ്പോൾ ഡ്രോയിങ് 2 cards വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ അതിനെ ബാധിക്കും. കാരണം ടോട്ടലിൽ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ,
ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഫസ്റ്റ് പ്രൈസ് സംഭവിച്ചു, ഓക്കെ, ഇനിയുള്ളത് സെക്കൻഡ് പ്രൈസാണ്. ഫസ്റ്റ് പ്രൈസിൻ്റെ ചാൻസ് അവിടെ കഴിഞ്ഞു, ഇനി അടുത്ത ലോട്ട് എടുക്കുമ്പോൾ സെക്കൻഡ് പ്രൈസേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്തു. അതായത് ഒന്നാമത്തെ ആ ഒരു ഇവൻ്റ് അവിടെ സംഭവിച്ചത് രണ്ടാമത്തെ ആ സെക്കൻഡ് ചാൻസുകാരനെ അത് അഫക്റ്റ് ചെയ്തു. കാരണം എന്താ, ഫസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ആ ഒരു ഓപ്ഷൻ അവിടെ മാറിപ്പോയത്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ മീനിങ് നോക്കിക്കോളൂ. 2 or more events are said to be dependent if the occurrence of one event affect, അടി വരയ്ക്കണേ, നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അങ്ങനെ ഓരോ ടേംസ് ഉണ്ടല്ലോ, ഒന്ന് കളർ ചെയ്തിട്ടില്ല, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അഫക്റ്റ് ദി പോസിബിലിറ്റി ഓർ പ്രോബിലിറ്റി ഓഫ് അതർ, മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്തായിരിക്കും, അഫക്റ്റ് ചെയ്യാത്തതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിന് അവിടെ എന്ത് കൊടുക്കും, വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് കാർഡിൻ്റെ 2 കാർഡ് എടുത്ത് എന്നിട്ട് അതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഫക്റ്റ് ചെയ്യൂല, കാരണം വീണ്ടും 52 തന്നെയായി മാറും. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ 10 ബോളുള്ള ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അവിടെ 9 ആവുള്ളൂ. നേരെ മറിച്ച് ആ ബോൾ അതിലേക്ക് തന്നെ വെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതെന്തായി, ടോട്ടൽ എണ്ണത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ഇനി വരുന്ന ആൾക്കും അതേ സംഖ്യ കിട്ടാനൊക്കെ ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന ടേം ആരുമായിട്ടുള്ളതാണ്, ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റുമായിട്ട് കണക്റ്റഡാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഒരുപാട് ഇവൻസിൻ്റെയൊക്കെ ഒരുപാട് ഏരിയകൾ നമ്മൾ നോക്കിയിട്ട് ഇവൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ നോക്കിയിട്ടോ. ഇവൻ്റ് എന്താണെന്ന് പറഞ്ഞു, ഇവൻ്റ് എന്ന് പറഞ്ഞതിന് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി പ്രോസസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലമെൻ്ററി ഇവൻ്റ്, ഫേവറബിൾ ഇവൻ്റ്, ഈക്വൽ ലൈക്കൽ ഇവൻ്റ്, ഷുവർ ഇവൻ്റ്, ഇമ്പോസിബിൾ, അൺസർട്ടൈൻ, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതുപോലെ എക്സ്പോസിറ്റീവ്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗമാണ് സെറ്റ്. സെറ്റ് എന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സെറ്റ് എന്ന് നമുക്ക് നോക്കാം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. കളക്ഷനാണ്, ഒരു കൂട്ടമാണ്, ശേഖരമാണ് എന്ന് പറയാം അല്ലേ. നമ്മൾ ഗണം എന്നാണ് അതിൻ്റെ മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ സ്കൂൾ തലത്തിലൊക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അതായത് നമുക്ക് കിട്ടിയ ടോട്ടൽ എലമെൻസിനെ, അതിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയാം. ദി ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ്. അതായത് ഒബ്ജക്റ്റ് ഒരുപാട് എലമെൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറയാൻ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 1 to 6 ആണ്. ഓക്കെ, 1 to 6 ആണ് ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ 1 to 6 എലമെൻറ്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സിൻ്റെ 1 to 6 വരെയുള്ള ഒബ്ജക്ട്സിൻ്റെ ആ ഒരു ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് എന്ന് പറയും. അപ്പോൾ A = ഡ്രോയിങ് റോളിംഗ് ഡൈ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കിട്ടലേത് 1 to 6 ആണ്. അപ്പോൾ ആ 1 to 6നെ നമ്മൾ എന്ത് കാണിക്കും, എലമെൻറ്റ്സ് എന്ന രൂപത്തിൽ പറയും. ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ്, ഓരോ ഒബ്ജക്റ്റിനെയും വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്. ദെൻ ആ എലമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയാം. ഓക്കെ, സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്പണിങ് ക്ലോസിങ് ആയിട്ടുള്ള ഒരു ചിഹ്നം നമ്മൾ കാണിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. അതിൻ്റെ അകത്താണ് നമ്മളെ എലമെൻറ്റ്സിനെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി. ഓക്കെ, A = 1 2 3 എന്തോ ആയിക്കോട്ടെ. A = 1 2 3. അപ്പോൾ സെറ്റ് A = 1 2 3, 1 2 3 എന്നൊക്കെ പറയുന്നത് ഓരോ എലമെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ കളക്ഷനെ ഞാൻ വിളിക്കുമ്പോൾ ഒരു സെറ്റ് എ എന്നാണ് വിളിക്കുക. സെറ്റ് A = സെറ്റ് 1 2 3. ഓക്കെ, ഇനി ഈ സെറ്റുകളെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 2 ways ആണ് കേട്ടോ. സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ 2 ways. ഏതൊക്കെയാണ്, ഒന്ന് റോസ്റ്റർ ഫോമും, 2 സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റോസ്റ്റർ ഫോം ലിസ്റ്റിംഗ് ഓൾ എലമെൻറ്റ്സ്, നോർമലി തന്നിട്ടുള്ള നമ്മുടെ എല്ലാ ഒബ്ജക്ട്സുകളെയും, അതായത് നമ്മൾക്ക് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക, നല്ല രീതിയിൽ ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് റോസ്റ്റർ ഫോമിൽ. ഒരു ഇനി ഒന്നും പ്രത്യേകിച്ച് അതുമ്പോൾ പണിയെടുക്കാനില്ല, നമ്മൾ പറയില്ല റോസ്റ്റ് ചെയ്ത അതേ എഫക്റ്റിലാണ് അതിനത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. എന്നാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്തുണ്ടാക്കിയിട്ട് വേണം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ മോഡല്ല, ഒരു എക്സ്പ്ലനേഷൻ മോഡല്ല. നോക്കിയേ, ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് എന്താണോ ആ ഒരു എലമെൻറ്റ്സ് അതിനെ വിവരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള 2 6 4 എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, ഈ പറയുന്ന ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന
ഓഡ് നമ്പേഴ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ നമ്പേഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം, 2, 4, 6. അപ്പോൾ അവിടെ ഈവൻ നമ്പേഴ്സ് എന്നൊന്നും പറയാണ്ട് 2, 4, 6 എഴുതി കൊടുത്തുള്ളത് കാണുന്നവർക്ക് അറിയാം, മനസ്സിലാവും, വ്യക്തത ഉണ്ട്. എന്നാൽ നോക്കി സെറ്റ് ബിൽഡർ ഫോമിൽ അതൊരു എക്സ്പ്ലനേഷൻ സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയുന്നത്, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞത്, ആൻ ഈവൻ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരട്ട സംഖ്യകളാണ്. അത്ര മാത്രമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇവിടെ തരുള്ളൂ. നമ്മൾ അതിന് പിന്നെ വീണ്ടും ഏത് ഫോമിലേക്ക് ആക്കണം, റോസ്റ്റർ ഫോം പോലെ ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിക്കാം. അത് ഒന്ന് റോസ്റ്റർ ഫോം, ഒന്ന് സെറ്റ് ബിൽഡർ ഫോം. ഇനി നോക്കിക്കോളൂ, ടൈപ്പ് ഓഫ് സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സെറ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ദർ ആർ 4 ടൈപ്സ് ഓഫ് സെറ്റ്. ഒന്ന് സിംഗിൾട്ടൺ സെറ്റ്, ഫിനിറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, എം ടി സെറ്റ്. ഇതിൽ സ്ലൈഡ് നമ്പർ ഒന്നും നോക്കണ്ട, ഞാനത് ക്രോപ്പ് ചെയ്തെടുത്തപ്പോഴുള്ള നമ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, അതിൽ സിംഗിൾട്ടൺ സെറ്റ് എന്താ നോക്കാം. ഈ സിംഗിൾട്ടൺ സെറ്റ്, സിംഗിൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏകദേശം 1 ആണ് എന്നുള്ളത് അല്ലേ. സിംഗിൾട്ടൺ സെറ്റിനെ വേറൊരു പേരും കൂടി ഉണ്ട്, യൂണിറ്റ് സെറ്റ് എന്ന പേരിലും കൂടി അറിയപ്പെടും. അതായത് എ സെറ്റ് കണ്ടെയ്നിങ് ഓൺലി 1 എലമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഏതോ ഒരെണ്ണം പറഞ്ഞപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നു, എലമെൻ്ററി ഇവൻറ്റ് പറഞ്ഞില്ലേ. ആ എലമെൻ്ററി ഇവൻറ്റ് പറഞ്ഞപ്പോൾ